ഇന്നത്തെ രാത്രി നമുക്കൊരു സാലഡ് ആക്കാം. അതിനായി ഞാനൊരു 2 ചെറിയ ക്യാരറ്റ്, ഒരു കുക്കുംബർ, പിന്നെ ഒരു നാരങ്ങ, 3 തുള്ളി, ഒരു 3 മുട്ട, ഒരു ഹാഫ് ക്യാപ്സിക്കം, പിന്നെ കൊറിയാണ്ടർ ലീഫ്, ക്യാബേജ് കുറച്ച്, ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ക്യാരറ്റ് അത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുക്കുംബർ എടുക്കാം. അധികം തൊലി കളയാം. നമുക്ക് കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുക്കുംബർ നമുക്കിതുപോലെ ഫുള്ളും അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് കട്ട് ചെയ്യാം. ഒരു ക്യാബേജിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് മതിയാവും. ഇത്ര മതിയാവും. ഇത് നമുക്ക് നന്നായി ചെറുതായിട്ട് ഇതേപോലെ നീളത്തിന് അരിഞ്ഞെടുക്കാം. നൈസായിട്ട് അരിയാം. നമുക്ക് ഒരു തക്കാളി എടുക്കാം. ഒരു തക്കാളി മതി. ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട്, ഇനി ഒന്നും കൂടെ ചെറുതായിട്ട് അരിയാം. ഇനി ഒരു സവാള അരിയാം. ഇതുപോലെ ചെറുതായിട്ട് അരിയാം. ഇനി ഒരു ഹാഫ് ക്യാപ്സിക്കം, നല്ല അതിൻ്റെ അകത്തെ സീഡൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ്. നമുക്കിതെല്ലാം കൂടെ ഇനി ഒരു ബൗളിലോട്ട് ഇടാം. ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതായ നമുക്കിതെല്ലാം കൂടെ ഇനി ഒരു ബൗളിലോട്ട് ഇടാം. ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതായ നല്ല ഹെൽത്തി ഫുഡാണിത്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി ഒരു 3 മുട്ട ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ, പിന്നെ കൊറിയാണ്ടർ ലീഫ്, ഒരു 3 വെളുത്തുള്ളി. ആദ്യം നമുക്ക് ഈ മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ മുട്ട 2ആക്കിയിട്ട് അതിൽ നിന്നുള്ള അതിൻ്റെ ഉണ്ണി മാറ്റാം. മഞ്ഞ വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് മുട്ടയുടെ ഉണ്ണി ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതാക്കി നന്നായിട്ടൊന്ന് സ്പൂണിട്ട് തന്നെ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് നല്ല ഉടച്ചെടുത്ത ആ മുട്ട ഇതിലോട്ട് ഇടാം. മുട്ടയുടെ വെള്ള ഇതേപോലെ അരിഞ്ഞെടുക്കാം. എഗ് വൈറ്റ് ഇതിലോട്ടിടാം. മൂന്ന് പീസ് വെളുത്തുള്ളി അത് ഇതിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടാം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് കുരുമുളക് ഇടാം. നാരങ്ങ ഹാഫ് ഇതിലോട്ട് സ്ക്യൂസ് ചെയ്ത് വയ്ക്കാം. മല്ലിയില കൂടി അരിഞ്ഞതിലോട്ട് ചേർക്കാം. ഇതിലോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക്
കുറച്ച് മയോണൈസ് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി സാലഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. രാത്രി ഇതൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വയറിന് നല്ല സുഖം കിട്ടും. എല്ലാ വിധത്തിലും ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും ഉത്തമമായ ഒരു സാലഡാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യാം. മയോണൈസ് മാറ്റി വെച്ചിട്ട് തൈര് ആഡ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾ വേറെ മറ്റേ ബീൻസൊക്കെ ജസ്റ്റ് ഹാഫ് വേവിച്ചിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ചിക്കൻ വേണമെങ്കിൽ ബോയിൽ ചെയ്ത് ചിക്കൻ ചേർക്കാം. അതൊക്കെ മാറി മാറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമുക്കിനി കഴിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ബൈ ബൈ.